ശ്രീ കാളിദാസ ഭട്ടതിരിപ്പാട്, ദേവസ്വം ബോർഡ് ആ സംവിധാനം തന്നെ എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അങ്ങനെയാണ് തോന്നുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടമായിരിക്കണം ഇനി ഹൈന്ദവ സംഘടനകൾ ആരംഭിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്തിടത്തോളം ഈ രാഷ്ട്രീയക്കാർ നുഴഞ്ഞു കയറി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ശരിയായ അർത്ഥത്തില് ഏത് ജോലിക്ക് പോയാലും അത് ഭംഗിയായിട്ട് ചെയ്യാന്നുള്ള ഒരു നിയമം ഉണ്ടല്ലോ, അത് പാലിച്ചാൽ കുറെയൊക്കെ നമുക്ക് നേരെയാക്കാൻ പറ്റിയേക്കുമായിരിക്കും. ഹിന്ദുക്കളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക, ഹിന്ദുക്കളുടെ ആചാരത്തെക്കുറിച്ച് പഠിക്കുക. ഇപ്പൊ ഏത് മന്ത്രിയായാലും ആരായാലും ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ, ശബരിമല വരുമ്പോഴും ഒക്കെ അത് ശരിക്കും ഹിന്ദുക്കളുടെ അനുഷ്ഠാനങ്ങളെ കുറിച്ച്, ശബരിമല അവിടുത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെ അവിടെ വേറെ സ്ഥലം ഉണ്ടല്ലോ അവർക്ക് രാഷ്ട്രീയം പറയാനൊക്കെ. അവിടെ ഇത് രാഷ്ട്രീയക്കാരെ തള്ളി പറയല്ല ഞാൻ പറഞ്ഞത്, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് ഈ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തിനാ അത് ക്ഷേത്രങ്ങളുടെ വിശ്വാസം, ക്ഷേത്ര വിശ്വാസികൾ തന്നെ കൊണ്ടു നടക്കുകയല്ലേ വേണ്ടത്. അത് ക്ഷേത്രത്തിന്റെ സംസ്കാരം സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഇത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് ഈ ക്ഷേത്രത്തിലുള്ളതെന്ന് ഇവർ മനസ്സിലാക്കാത്തതിന്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഹിന്ദു മതത്തിന്റെ വിശ്വാസത്തിൽ മാത്രം ഇത്തരം വിവേചനം കാണിക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ, അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വ്യവസ്ഥ ഉണ്ടാകേണ്ടത് തന്നെയാണ്. അവിടെ അനീതികളുടെ ഒരുപാട് നടക്കും. നമുക്കറിയാമോ, ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ താമസിക്കുന്നു, അവിടുത്തെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ പണിഞ്ഞു വെച്ച് ടോയ്ലറ്റുകൾ ഇതൊക്കെ വെച്ച് ഈ അടിസ്ഥാനമായ ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിലല്ലേ അവിടുത്തെ ഇതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ വിശ്വാസികളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് സുതാര്യമായിട്ട് കപടതയില്ലാതെ, കളങ്കമില്ലാതെ, അഴിമതിയില്ലാതെ ഇതിനെയൊക്കെ കൊണ്ടു നടക്കാനും കൂടി അവർക്ക് എല്ലാവർക്കും കഴിയണം. അത്തരം വ്യവസ്ഥകളോടുകൂടി പുതിയൊരു നൂതന സംവിധാനം ഉണ്ടായേ തീരൂ. ഇതൊരു എക്സ്പ്ലോയിറ്റേഷന്റെ ശൈലിയിലേക്കാണ് ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളെ ഒക്കെ പോകുന്നതെന്നൊരു ഭയം തോന്നുകയാണ്. അതുകൊണ്ടാണ് അത്രയും പറയാൻ കാര്യം. ഏതായാലും ശബരിമല യഥാർത്ഥത്തിലുള്ള സത്യം ഈ രാഷ്ട്രീയക്കാർക്ക് കുറെ കൂടെ പഠിക്കണം എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. കാരണം അവിടെ നടക്കുന്നത് ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഫിൽറ്ററിംഗ് പ്രോസസ് ആണ് ശബരിമല നടക്കുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. മാത്രമാണ്, വേറെ എവിടെയുമില്ല. അപ്പൊ ഇത് നേരെയാക്കി എടുക്കാനുള്ള പരിപാടി നോക്കാനുള്ളത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ, ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ വിഷമിക്കുന്നവർക്ക് എങ്ങനെ ഒരു തരത്തിൽ അവിടെ എത്താൻ കഴിയുന്നില്ല, അവർക്ക് തിരിച്ചു പോയാൽ മതി എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് തിരുപ്പതി മോഡലിൽ ഒരു വ്യവസ്ഥ നമ്മൾ പണ്ട് ഹരിവരാസനം പ്രോജക്റ്റ് ഒക്കെ അവതരിപ്പിച്ചതല്ലേ? അയ്യപ്പ ചിന്തകത്വം, നിന്റെ അകത്വം എന്റെ അകത്വം ഇരിക്കുന്നത് ഒന്നാണ്, ഈശ്വരൻ ഒന്നാണെന്ന് പറയുന്ന വലിയ സങ്കല്പമുള്ള ശബരിമലയെ സംരക്ഷിക്കേണ്ടത് ഓരോ ഹിന്ദുവിന്റെയും ബാധ്യതയാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം, വിനീതമായ അഭിപ്രായം. അത് രാഷ്ട്രീയക്കാരെ തള്ളി പറയുന്നതായിട്ട് കേൾക്കരുത്. അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് വരികയാണെങ്കിൽ ഇത് ശരിക്ക് പഠിച്ച് അത് മനസ്സിലാക്കി ഇവിടുത്തെ ആചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രോസസ്സിനെ നേരെയാക്കാനുള്ള ശ്രമമാണ് അവർ ചെയ്യേണ്ടത്. ഇതിന് പകരം ഇതിന്റെ എക്സ്പ്ലോയിറ്റേഷൻ, പണ്ട് പല ആൾക്കാരെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണോ ഈ വേഷം എന്നൊക്കെ ചോദിക്കുന്ന, ഇവർക്ക് ദേവസ്വം ബോർഡ് മുമ്പ് ഭരിച്ചിരുന്ന ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഈ യൂണിഫോമിൽ ആക്ഷേപിക്കുന്നതൊക്കെ നമുക്ക് പല അനുഭവങ്ങളുണ്ട്. അത് ഞാൻ ചർച്ച വല്ല വഷളാക്കാതിരിക്കാൻ വേണ്ടി പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശബരിമല എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് ഞാനിപ്പോ കണ്ടുവരുന്ന ഒരു വലിയൊരു ദുഃഖം, ഇതിനെ എങ്ങനെങ്കിലും ക്ഷേത്രങ്ങളോ ക്ഷേത്ര സംസ്കാരങ്ങളെയോ കുഴപ്പത്തിലാക്കാനാണോ ശ്രമിക്കുന്ന ഒരു ആശങ്ക നമ്മുടെ മനസ്സിലുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ശബരിമല ആചാരങ്ങൾ, ഹിന്ദുക്കളുടെ ക്ഷേത്ര ആരാധനയെ കുറിച്ച് ഇവർക്ക് നിശ്ചയമില്ല. മറ്റു മതങ്ങൾ അവരുടെ ചെയ്യുന്നതൊക്കെ അവരുടേതായ രീതിയിൽ ചെയ്യുന്നു. ഹിന്ദുവിന്റെ ക്ഷേത്ര ആരാധന പഠിക്കുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ മാറ്റം ഉണ്ടായേ തീരുള്ളൂ. ശബരിമല ഒരു കോൺക്രീറ്റ് വനമല്ല, അവിടെ ഒരു യോഗീശ്വരന്റെ കൂട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇന്ന് നമുക്കറിയാമോ, മകരവിളക്ക് കഴിഞ്ഞ് ഭഗവാൻ വിഭൂതി ആടി രുദ്രാക്ഷം ചാർത്തി വരുമ്പോൾ അവിടെ ഒരു യോഗീശ്വരനാണ്, അല്ലാതെ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളൊന്നും അല്ലത്. അവിടെ പലരും കഥകൾ മാറ്റി മാറ്റി പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഏതായാലും ഈ ഒരു അടിസ്ഥാനം, വിശ്വാസം സംരക്ഷിക്കാൻ കഴിയണം. അതിപ്പോ ഇവർ വെറുതെ രാഷ്ട്രീയം പറഞ്ഞിട്ടൊന്നും കാര്യം, രാഷ്ട്രീയക്കാരോട് നമുക്കൊരു വിരോധമില്ല. അവർ ചെയ്യുന്ന ജോലി കൃത്യമായി ഇതിനെ സംരക്ഷിക്കാനുള്ളതാണ് ആ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരും സർക്കാരിനൊക്കെ ഉള്ളതെങ്കിൽ അത് കൃത്യമായി ചെയ്യണം. അതിപ്പോ അത് പറയുമ്പോൾ മന്ത്രിയോടുള്ള വിരോധം കൊണ്ടാണെന്ന് ധരിക്കണ്ട, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തോടുള്ള വിരോധമായിട്ട് അതിനെ വ്യാഖ്യാനിക്കണ്ട. അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയം, അതല്ല ഇവിടെ പറഞ്ഞത്. പക്ഷെ ഏത് ജോലി ചെയ്താലും അതിന് സിൻസിയർ ആവുക, കറപ്റ്റ് അല്ലാതാവുക. അതൊക്കെ കറപ്ഷൻ നമുക്കൊന്ന് കൂട്ടി വായിച്ചാൽ എന്തെല്ലാം അവിടെ നടക്കുന്നു. ഇപ്പൊ ശർക്കരയുടെ കാര്യങ്ങൾ, കൊടുക്കുന്ന ദ്രവ്യങ്ങൾ, സുനിൽ സ്വാമിയെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടപ്പോ എനിക്ക് തോന്നി,
കൃത്യമായി സാധനങ്ങൾ അവിടെ കൊടുത്തോണ്ടിരുന്നു. അദ്ദേഹത്തിന് പിന്നെ എന്തൊക്കെയാണ് അവിടെ എല്ലാവരും ഒരുപോലെ ഉള്ളൂ സുനിൽസ്വാമിയെ കുറിച്ചൊക്കെ പറയുന്ന എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നു, കൃത്യമായി അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ചെയ്യാത്തത് കൊണ്ടല്ലേ അദ്ദേഹം അത് ചെയ്യേണ്ടി വന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് സുനിൽസ്വാമിയെ തള്ളി പറയല്ല, അല്ലെങ്കിൽ സുനിൽസ്വാമി ചെയ്തതിനെ നമ്മൾ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. ഞാൻ പറയുന്നത്, നമുക്ക് നല്ല ബോധ്യമുണ്ട് ശബരിമല എന്തിനാണെന്ന് ഇവർക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഒളിച്ച് ഒരു ചില സ്ത്രീകളെയൊക്കെ ശബരിമല കയറ്റാൻ ശ്രമിച്ചതെന്ന് തന്നെ ഞാൻ പറയാം. കാരണം അവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഫിസിക്സിൽ പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ, ഫോർ എവരി ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. 5 ദിവസമാണ് ഭഗവാൻ ഉണർന്നതെങ്കിൽ ആ ഉണർന്നവര് ഈ തെറ്റിന് ഒരിക്കലും ഭഗവാൻ കൂട്ടു നിൽക്കുകയല്ല എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് വിശ്വാസികളുടെ കാര്യം വിശ്വാസികൾ നോക്കട്ടെന്നേ, എന്താ കുഴപ്പം? അതെ. അതാണ് എനിക്ക് പറയാനുള്ളത്.